ട്രിപ്പിളും ശാന്തി. കൃഷ്ണൻ ഇവിടെ ജന്മെടുക്കും, 10-16 വർഷം കർമ്മം ചെയ്യും, പിന്നെ ലക്ഷ്മി നാരായണനായി തീരും. വളരെയധികം ചിന്തിക്കേണ്ട സംഭവം. ഇവിടെ ജന്മെടുക്കും. അപ്പൊ കൃഷ്ണൻ എങ്ങനെ ജന്മെടുക്കും? കൃഷ്ണന്റെ ജന്മെടുക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ? ഗർഭമഹൽ എവിടെയാണ് ഗർഭമഹൽ ഉണ്ടാകുന്നത്? നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ തന്നെ ഉണ്ടാക്കണം. വേറെ ഒരു ഗവൺമെന്റോ, ഭാരത ഗവൺമെന്റോ, നേപ്പാൾ ഗവൺമെന്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെന്റോ വന്നിട്ട് മക്കളെ നിങ്ങള് മറ്റേ ബ്രഹ്മകുമാരീസിൽ കുറെ കാലമായിട്ട് അപ്പൊ 5000 വർഷത്തെ ഡ്രാമ പരമാത്മാവ് എന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ എന്തൊക്കെയാ വേണ്ടത്? പുഷ്പവിമാനം. പിന്നെന്താ വേണ്ടത്? ശ്രീകൃഷ്ണൻ ജന്മെടുക്കാനുള്ള ഗർഭമഹല്. പിന്നെന്താ വേണ്ടത് നിങ്ങൾക്ക്? മറ്റേ കൊട്ടാരം, സ്വർണത്തിന്റെ കൊട്ടാരങ്ങൾ. എന്നാ പിന്നെ ഒരു പണി നിങ്ങൾ ഈ ഭാരതത്തിലുള്ള ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് ഉണ്ടായിക്കോളും എന്ന് ഇവിടുത്തെ പഞ്ചായത്തി രാജ് ഭരണഘടനത്തെ ഇവിടുത്തെ ഭാരതത്തിലുള്ളവരും പറയില്ല, നേപ്പാൾ ഭാരതം പറയില്ല, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ രാജ്യം ഉണ്ടല്ലോ ഭൂട്ടാൻ രാജ്യം, ഇതൊന്നും പറയില്ല. പക്ഷെ എവിടെയാണോ സത്യത ആരംഭിക്കേണ്ടത് ആ സ്ഥലത്ത് കൃത്യമായിട്ട് ഈ 9 ലക്ഷം പേര് ചേർന്നിട്ട് ചെയ്യും. ആ 9 ലക്ഷം പേര് ഇവിടെ ജന്മെടുക്കും. എങ്ങനെ? ഈ വികാരി ലോകത്ത് നിന്ന് നിർവകാരി ശരീരം ഇവിടെ ഉണ്ടാവും. വികാരത്തിലൂടെ അല്ലാത്ത ശരീരം. പിന്നെ സിംഹവും മാനും മയിലും പുലിയും കടുവയും ഒക്കെ. അപ്പൊ അതെങ്ങനെ വേണം? നന്നായി ചിന്തിക്കണം. നന്നായി ചിന്തിച്ച് അതിന് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ സാമ്പത്തികമായി, മാനസികമായി, കർമ്മങ്ങൾ അവരൊത്തുകൂടിയിട്ട് വളരെ ഗുപ്തമായിരിക്കും എന്നാൽ പ്രത്യക്ഷമായിരിക്കും. ഗുപ്തമായിട്ടൊക്കെ തന്നെയാണ്, പക്ഷെ പ്രത്യക്ഷമായിരിക്കും. മനസ്സിലാക്കേണ്ടവന് മനസ്സിലാവും. പ്രത്യേകത്തിന്റെ പരിപാടികൾ പല വിധത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരാളാവാൻ ആർക്കൊക്കെ ഇപ്പൊ ഞാൻ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ഈ 5000 വർഷം ഇങ്ങനെ കൂടുമ്പോൾ ഓരോരുത്തർ അവരവരുടെ കർമ്മങ്ങൾ ചെയ്ത് വളരെ വ്യക്തമായി, വളരെ ഗുപ്തമായി, വളരെ പ്രത്യക്ഷമായി നടക്കും. അങ്ങനെ തന്നെയാണ് സത്യയുഗം എല്ലാ കൽപ്പവും ഉണ്ടാവുന്നു. എല്ലാ കൽപ്പവും ഞാൻ ഈ ശരീരത്തിലിരുന്ന് ഒരിക്കലും നശിക്കാത്ത ഈ മുത്ത് ഈ കാര്യം പറയുന്നു. അപ്പോ അതിന് വേണ്ട വിധത്തില് സങ്കല്പം ആദ്യം ചെയ്ത് കഴിഞ്ഞു. ആര് ചെയ്തു? ബ്രഹ്മാവ് ചെയ്തു, മമ്മ ചെയ്തു, നമ്മൾ ഓരോരുത്തർ ചെയ്തു. സത്യയുഗം വളരെ സിമ്പിളായിട്ട് ഇവിടെ ക്രിയേറ്റ് ആവും. കുറേശ്ശെ ഇങ്ങനെ ചെയ്യുമ്പോൾ, വളരെ കുറേശ്ശെ ചെയ്യുമ്പോൾ വിനാശം കുറേശ്ശെ നടക്കും. ഇത് സ്പീഡാക്കുമ്പോൾ നോക്കണം. ഇത് വളരെ സ്പീഡാക്കുമ്പോൾ ഈ ആരംഭം സത്യത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ വളരെ സ്പീഡാക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ സ്ഥാനം കാര്യങ്ങളൊക്കെ കണ്ട് കൊട്ടാരം കെട്ടാൻ കഴിയും. കൊട്ടാരം സത്യയുഗത്തിലേക്ക് വേണ്ടി കെട്ടുന്നത് ഒക്കെ നമ്മുടെ ഇവിടുത്തെ ഇതേ സിസ്റ്റം ഉപയോഗിച്ചിട്ട് കൽപ്പകൽപ്പത്തെ AI ടെക്നോളജി, കൽപ്പകൽപ്പത്തെ റോബോട്ടിക്സ്, കൽപ്പകൽപ്പത്തെ കാര്യങ്ങൾ ഇതുപയോഗിച്ചിട്ടാണ് കൊട്ടാരം കെട്ടുന്നത്. രത്നത്തിന്റെ കൊട്ടാരായാലും സ്വർണത്തിന്റെ കൊട്ടാരായാലും എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഒക്കെ ഇത് ഉപയോഗിച്ചിട്ട്. ഇവിടെ ഇന്നത്തെ ഈ നൂതന സാങ്കേതിക വിദ്യകൾ തന്നെ ഉപയോഗിച്ചോണ്ട് ഇതേ മനുഷ്യർ, ഇത് കാണുന്ന മനുഷ്യന്മാരും ഇത് പറയുന്ന ഞാനും അതുപോലെ ബാക്കി ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ചിലരിപ്പോഴും ഈ പായസം കഴിച്ചുകൊണ്ടേയിരിക്കും. ഏത് പായസം? വിനാശി പായസം അല്ല കഴിക്കേണ്ടത്, അവിനാശി പായസമാണ് കഴിക്കേണ്ടത്. ബ്രഹ്മകുമാരീസ് വഴി ഇപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ വിനാശി പായസം കഴിച്ചുകൊണ്ട്, വിനാശി പായസം കഴിക്കാനല്ല ബാബ വിളിച്ചിട്ടുള്ളത്, അവിനാശി പായസം കഴിക്കാൻ. അവിനാശി പായസം എങ്ങനെ ഉണ്ടാക്കാം, അവിനാശി പായസം എങ്ങനെ കഴിക്കാം, അതാണ് ചിന്തിക്കുന്നത്. ഗോപഗോപികുമാരോട് അതീന്ദ്രിയ സുഖം എന്തെന്നറിയാൻ ഗോപഗോപികുമാരുടെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ എന്താണ് അതീന്ദ്രിയ സുഖം എന്ന് ആകെ ആർക്കേ അറിയുള്ളൂ? ഗോപഗോപികുമാർക്കേ അറിയുള്ളൂ. അവര് അത് ക്രിയേറ്റ് ചെയ്യും. അവർക്കേ അതറിയുള്ളൂ കൃത്യമായിട്ട് ഏത് വിധത്തിലാണ് ആ പായസം ഉണ്ടാക്കുക, ആ പായസം എങ്ങനെയാണ് ഈ ഭൂമിയിൽ വിതരണം ചെയ്യേണ്ടത്. മറ്റേ അമൃത്
അമൃത് എങ്ങനെ കടയണം എന്നുള്ളത്. കാരണം ഇത് രാവണന്മാർ ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിൽ നിന്നാണ് അമൃത് ഉണ്ടാവുക. പക്ഷെ അമൃത് രാവണനെ തട്ടിയെടുക്കാൻ പറ്റില്ല. കാരണം വിഷ്ണു ഉണ്ട്. വിഷ്ണു സുദർശന ചക്രമായിട്ട് വന്നിട്ട് തീർത്തു. ധൈര്യമായിട്ട് ഈ അമൃത് കടയാൻ രാവണന്മാരുടെ സഹായം വാങ്ങിച്ചേ തീരും. കാരണം രാവണന്മാർ പവർഫുള്ളാണ്. പക്ഷെ അവരിൽ നിന്ന് വേണ്ടതായിട്ടുള്ള കടയേണ്ട സംഭവങ്ങൾ അത് നമ്മൾ വളരെ സ്നേഹത്തോടെ, കാരണം ഒക്കെ നമ്മൾ കൊടുത്തിട്ടതാണ്. ഒന്നും അവരതൊന്നുമില്ല. ഒക്കെ സനാതന ധർമ്മത്തിലുള്ളവർ കൊടുത്തിട്ടതാണ്. പിന്നെ സനാതന ധർമ്മത്തിലുള്ളവരുടെ അടുത്ത് കട്ടെടുത്ത് പോയതുകൊണ്ട്. അപ്പൊ അത് നല്ല ബുദ്ധി ഉപയോഗിച്ച് പതുക്കെ എടുക്കുക, തിരിച്ചെടുക്കുക. എങ്ങനെ എടുക്കുക? ഓരോരുത്തരും ചെയ്തു വെച്ച കർമ്മത്തിന്റെ ആധാരത്തിൽ ഓരോരുത്തർക്കും ഓരോ മേഖലയിലൂടെ തിരിച്ചെടുക്കാനുള്ള പാർട്ടുണ്ട്. ഞാൻ ചെയ്ത കർമ്മം, ഞാൻ കൊടുത്തത് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റും. വേറെ ആരെങ്കിലും കൊടുത്ത് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ വേറുള്ളവർ ഏത് വിധത്തിലാണോ അത് കൊടുത്തിട്ടുള്ളത്, സാമ്പത്തികമായിട്ട് മാത്രമല്ല കേട്ടാ, പല പല ക്വാളിറ്റീസ് ഉണ്ട്, പല പല ബുദ്ധികളുണ്ട്. അത് തിരിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ 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 അതിന് നന്നായി ബുദ്ധി ഉപയോഗിച്ച് നന്നായിട്ട് അത് തിരിച്ചെടുക്കുക. അത് തിരിച്ചെടുത്ത് നമ്മുടെ ലോകം വീണ്ടും ഒന്നേ ഒന്നേ ഒന്ന് ആരംഭിക്കുന്നു. അതിനുവേണ്ടി പരമാത്മാവിന് വേണ്ട കാര്യങ്ങൾ, പരമാത്മാവ് സമയാനുസരണം ഡ്രാമ, സമയാനുസരണം എന്തൊക്കെ നടക്കുമോ അതതുപോലെ ചെയ്യാം. അത് വളരെ ഭംഗിയായിട്ട് പാട്ടും പഠിച്ച് പിടിച്ചവരാരും വിടല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ. ചില സമയത്ത് നമുക്ക് തന്നെ തോന്നും ഇത് മറ്റേ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. അതായത് ചിലപ്പോൾ യോഗം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, പല പല സാഹചര്യങ്ങൾ വരും, പല പല സന്ദർഭങ്ങൾ വരും. നോ, അതൊക്കെ കർമ്മത്തിന്റെ ആധാരമാണ്, കർമ്മത്തിന്റെ കണക്ക്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരിക. പരീക്ഷകൾ പലതും വരും, ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ ജയിക്കും. പക്ഷെ ഇതൊരു മഹാവിജയത്തിലേക്ക് വേണ്ടിയുള്ള സംഭവം. അപ്പോൾ ഒരു തവണ തോറ്റു, നോ പ്രോബ്ലം, അടുത്ത തവണ വീണ്ടും എഴുതുക. എവിടെയാണ് ഞാൻ തോറ്റത്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത്, അത് മനസ്സിലാക്കി എഴുതിക്കൊണ്ടേയിരിക്കുക. എക്സാം എഴുതിക്കൊണ്ടേയിരിക്കുക. വലിയ എക്സാം എഴുതുമ്പോൾ വലിയ പരീക്ഷണങ്ങൾ, വലിയ വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനെ ശരിക്ക് മനസ്സിലാക്കി ബുദ്ധിയിലിട്ട് കറക്കി വേണ്ട രീതിയിലുള്ള സൊല്യൂഷൻ കൊടുക്കും. സിമ്പിൾ ഉത്തരങ്ങളാണ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് വളരെ വലുതാവും, പക്ഷെ ഉത്തരം വളരെ ചെറുതാവും. ബിന്ദു ബിന്ദു ബിന്ദു, ഇതാണ് ഉത്തരം വരേണ്ടത്. പക്ഷെ ആ ബിന്ദുവിലേക്ക് എത്തണമെങ്കിൽ അതിന് ചിലപ്പോൾ കുറേയധികം ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വേണ്ടി വരും ആ ഉത്തരത്തിലേക്ക് എത്തും. നമുക്ക് കിട്ടാനുള്ള ഉത്തരം ബിന്ദുവാണ്. ആത്മബിന്ദു, പരമാത്മാ ബിന്ദു, ഡ്രാമ ബിന്ദു, ഇതാണ് മെയിൻ ഉത്തരം. ഈ 3 ബിന്ദുവിലേക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഏതൊക്കെ ഇക്വേഷൻ ഇട്ടിട്ടാണെങ്കിലും ആ രീതിയിലേക്ക് എത്തിക്കുക. പല പരീക്ഷണങ്ങളുണ്ട്. വെള്ളം വെള്ളിട്ട് നടക്കുന്നത് എന്തിന്, ഒന്നാമത് പോകുന്നത് എന്തിന്, ഒന്നാമത് പോകണില്ല, PVK പോകണം എന്തിന്, അതൊന്നുമില്ല. ഇനിയിപ്പോ ഒന്നും പോകണില്ലെങ്കിൽ ഇതിനൊന്നും പോകാതെ നീ എന്തിന് ഇങ്ങനെ നടക്കുന്നു ചിന്തിക്കണം. ഞാൻ എവിടെയും പോണില്ല എന്നല്ല, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ബ്രഹ്മകുമാരീസിന്റെ ആ പടിയിലൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ട് സല്യൂട്ടൊക്കെ അടിച്ചു വരും. അപ്പോഴും ചോദിക്കാലോ, ഇതെന്തിനാ അങ്ങനെയൊക്കെ പോകേണ്ട കാര്യം, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം. പല ക്വസ്റ്റ്യൻസ് വരും, പല പരീക്ഷണങ്ങളാണ്. പക്ഷെ അവരുടെ കൂടെ നിൽക്കണം, അവരുടെ കൂടെ തന്നെ നിൽക്കണം. ബ്രഹ്മകുമാരീസിന്റെ വിനാശിപ്പ് വരും. സത്യയുഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കുറേ വൈൻഡപ്പുകളുണ്ട്. ഇന്ന് ഈ കാണുന്നതൊന്നുമല്ല ഇനി വരാൻ പോകുന്നു. കളി വളരെയധികം മാറി ഡ്രാമ അതിന്റെ ഭംഗിയിലേക്ക് എത്തും. ഇന്നത്തെ ഈ ചൂടും പുകയും വളരെ മോശമായ സാഹചര്യങ്ങളൊക്കെ മാറും.
കാരണം ഇന്ന് ഏറ്റവും മോശമായ സാഹചര്യങ്ങളും മോശമായ ചിന്തകളും ഒക്കെ വെച്ചിട്ടുള്ള നിരവധി സോളുകൾ അതാത് ശരീരങ്ങളിൽ ഇരുന്ന് തിങ്ക് ചെയ്ത് ഇങ്ങനെ പ്രപഞ്ചത്തെ വളരെ മോശമാക്കി. അതേ തിങ്കിങ്സ് നമ്മൾ ബിക്കേസ് നല്ല ചിന്തകൾ നന്നായി കൊടുത്ത് പവർഫുള്ളാക്കി രാവണന്റെ ചിന്തകൾ ഇവിടെ ഗ്യാതേയാക്കും. അത് സത്യയുഗം ആരംഭിക്കുന്ന ഒന്നിലല്ല, അതിന്റെ മുന്നേ തന്നെ പതുക്കെ അതില്ലാതെയാക്കും. അത് വേണ്ട രീതിയിൽ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളൊക്കെ പറയാൻകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ കൽപ്പകൽപ്പത്തിൽ ഏത് സമയത്ത് എങ്ങനെ ആരംഭിക്കും അതേപോലെ വരും. ട്രിപ്പിൾ ഓം ശാന്തി.